أعوذ بالله من الشيطان الرجيم وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير. അതായിരുന്നു നമ്മൾ അവസാനം പഠിച്ച പാഠം. അതൊന്ന് ഓതി നോക്കിയിട്ട് അടുത്ത ആയത്തിലേക്ക് കയറാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓതിക്കൊള്ളൂ. وقوم لوط وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചിട്ട് പറയാണ്, നബിയെ, നിങ്ങളുടെ നാട്ടുകാർ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ കുഫാറുകൾ, നിങ്ങളെ ഗോത്രക്കാരൊക്കെ നിങ്ങളെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അംഗീകരിക്കാതെ നിങ്ങൾ നബിയാണെന്ന് ഉൾക്കൊള്ളാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന നബിമാർക്ക് ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഏതൊക്കെ നബിനെ പറ്റിയിട്ടാ പറഞ്ഞത്? ഖൗമു നൂഹ്, നൂഹ് നബിന്റെ ഖൗം അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്, അത് ഏത് നബിന്റെ? ഹൂദ് നബിന്റെ. വസമൂദ്, സ്വാലിഹ് നബിന്റെ. വഖൗമു ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ ഖൗം. വഖൗമു ലൂത്ത്, ലൂത്ത് നബിന്റെ ഖൗം. വഅസ്ഹാബു മദിയൻ, മൂസ നബി അല്ല, ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ് അസ്ഹാബു മദിയൻ. പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. വകുദ്ദിബ മൂസ, ബനു ഇസ്രായേലുകാര് മൂസാ നബിനെ കളവാക്കിയവര്. ഫഅംലൈതു ലിൽകാഫിരീന സുമ്മ അഖദ്തുഹും, അവർക്കൊക്കെ ചെറിയ സാവകാശമൊക്കെ നന്നാവാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അവസാനം അവർക്ക് ശിക്ഷ വന്നിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, എന്റെ പ്രതിരോധം അല്ലെങ്കിൽ എന്റെ വെറുപ്പ് എങ്ങനുണ്ട് എന്നുള്ളത് അവരുടെ നാട്ടിലിറങ്ങിയ ശിക്ഷനെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ആയാത്തുകളെ നബിമാരെ നിഷേധിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് എന്റെ വെറുപ്പ് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളെ നാട്ടിലൊന്ന് പോയി പഠിച്ചു നോക്കുന്നത്. ആ നാട്ടിലെ കൗമിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഈ നാട്ടിലുണ്ടായിരുന്ന ആളുകളെ, ഈ പറഞ്ഞ 7 വിഭാഗം ആളുകളെ നശിപ്പിച്ചപ്പോ എന്തൊക്കെയായിരുന്നു അവർക്ക് നശിക്കാതിരിക്കാൻ? ആരോഗ്യം ഉണ്ടായിരുന്നു, കോട്ടകൾ ഉണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു, നല്ല വെള്ളമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാര സൗധങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു, സുരക്ഷിതമായ താവളങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടൊക്കെ അവർ തരിപ്പണായിട്ടുണ്ട്. فكأي من قرية أهلكناها فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد وبئر معطلة وقصر مشيد فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها
على عروشها وبئر معطلة وقصر مشيد. وقصر مشيد. അടുത്ത ആയത്തിൽ أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها فتكون لهم قلوب يعقلون بها أو آذان يسمعون بها أو آذان يسمعون بها فإنها لا تعمى الأبصار فإنها لا تعمى الأبصار ولكن تعمى القلوب ولكن تعمى القلوب التي في الصدور. രണ്ട് ആയത്തുകളാണ്. രണ്ട് ആയത്തിലും കോമൺ ആയി 2-3 നിയമങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആയത്തിൽ فكأيٍ من قرية أهلكناها وهي ظالمة فهي خاوية على عروشها. തൻവീന് വന്നാൽ എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് എന്നുള്ളത് ആയത്തിൽ ഫുള്ള് പറയുന്നുണ്ട്. فكأيٍ من قرية അഹ്ലക്നെന്ന് പറഞ്ഞില്ല, കാരണം തൻവീന് ശേഷം ഹംസ വന്നു. വഹിയ ളാലിമത്തുൻ ഫഹിയ ളാലിമത്തുൻ ഫഹിയ എന്ന് പറഞ്ഞില്ല. ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അല. അവിടെ എന്താ അങ്ങനെ ഒരു കാരണം? ഖാവിയത്തുൻ അല. അവിടെ തൻവീൻ ഉച്ചരിച്ചിട്ട് നമ്മൾ പോയത്. അവിടെ ഐനാണ് വന്നിരിക്കുന്നത്. ചില 4-5 അക്ഷരങ്ങളുണ്ട്, ഹൽക്കിന്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ വരുന്നതിന്റെ മുമ്പ് തൻവീന് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അത് ഉച്ചരിക്കണം. തൻവീന് കറക്റ്റ് ആയിട്ട് ലാഹിറാക്കി ഉച്ചരിക്കണം. അതിൽപ്പെട്ട അക്കൽപ്പെട്ടത് അക്കൽപ്പെട്ടത്. ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വബിഇരിൻ മുഅത്തല. വബിഇരിൻ മുഅത്തല എന്നാണ് വായിക്കുക. പക്ഷെ നമ്മൾ ഓതിപ്പോ വബിഇരിൻ മുഅത്തല. എന്താ അവിടെ കാരണം? തൻവീന് ശേഷം മീമ് ഷദ്ദുള്ള മീമ് വരുമ്പോൾ ആ മീമിലേക്ക് ആ തൻവീനെ കൊണ്ട് ലഭിപ്പിച്ച് അവിടെയാണ് കനം കൂട്ടി കൊടുക്കേണ്ടത്. വബിഇരിൻ മുഅത്തലതിൻ മുഅത്തലതിൻ എന്ന് പറയില്ല. എന്താ തൊട്ടടുത്ത അക്ഷരം ഏതാ നോക്കണം. അതേതാ? വ ആണ്. അപ്പൊ മുഅത്തലതിൻ വഖസ്രിൻ മശീദ് നോദിക്കും. فكأيٍ من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد. നമുക്ക് ഖുർആൻ ഓതാൻ അറിയോന്ന് തെളിയിക്കുന്നതാണ് ഈ 2 ആയത്തുകൾ. തജ്വീദ് അനുസരിച്ച് നമുക്ക് ഓതാൻ അറിയുമെന്ന് തെളിയിക്കുന്നതാണ് ഈ 2 ആയത്തുകൾ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടും പരമാവധി ഓതി ഗ്രൂപ്പിൽ അതിട്ട് അത് കലങ്ങി തെളിയെന്നൊക്കെ പറയില്ലേ, എല്ലാവരും ഒന്ന് ഓതിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 2 ആയത്തുകൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കും. അടുത്ത ആയത്തിലും ഇതേപോലത്തെ ഒരു കാര്യം പഠിപ്പിക്കണം തരുമോ? അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ. തൻവീന് ശേഷം യാ വരുമ്പോൾ തൻവീൻ ഉച്ചരിക്കാതെ അതിനെ യായിലേക്കാണ് കൂടുതൽ പറയുന്നത്. ഖുലൂബുൻ
يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. فكأي من قرية എന്നാൽ കറിയ എന്ന് പറഞ്ഞ ഒരു നാട്, കറിയ എന്ന് പറഞ്ഞ നാട്, ഒരു നാട്. കറിയ എത്ര നാടുകളാണ് നമ്മൾ പറയില്ലേ, എത്ര ആൾക്കാരാണ് പട്ടിണി കിടക്കുന്നത്, എത്ര ആൾക്കാരാണ് ആക്സിഡന്റിലും മരിക്കുന്നത്. ആ എത്ര എന്നൊക്കെ പറയുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മിൻ ഖറിയത്തിൻ. എത്ര നാടുകളാണ്, എത്ര നാടുകളാണ്. അഹ്ലക്നാഹാ, നാം അവയെ നശിപ്പിച്ചിട്ടുണ്ട്. ഹലാക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നർത്ഥം. ഹലക്ക അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ്. ഹലക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ്. ഒരാള് ശ്രദ്ധിക്കാതെ അയാളുടെ വാഹനം നശിച്ചു പോയാൽ ഹലക്ക എന്ന് പറയും. കൊണ്ടുപോയിട്ട് ഒരു മതിലുമ്പോ കൊണ്ടുപോയി കുത്തി മറിച്ചിട്ടാൽ അഹ്ലക്ക എന്ന് പറയും, നശിപ്പിക്കുക. അഹ്ലക്നാഹ, നാം നശിപ്പിച്ചിട്ടുണ്ട് ആ നാടുകളെ. എന്തുകൊണ്ടാ കാരണം? വഹിയ, അത് ആ ഗ്രാമം, ആ നാട്ടുകാര്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ ളാലിമത്തുൻ, ളുൽമുള്ളോണ്ടാണ്. അക്രമം. ഖറിയത്ത് പെണ്ണാണ്, അപ്പോ ഇപ്പുറത്ത് ളാലിമത്ത് പറയണം. അവിടെ ആണാണെങ്കിൽ ഇവിടെ ളാലിമ് എന്ന് പറഞ്ഞാൽ മതി. ഖറിയത്താണ്, ഗ്രാമാണ്. വഹിയ ളാലിമത്തുൻ, അവര് അക്രമം ചെയ്യുന്ന ഗ്രാമക്കാരായത്. അക്രമം എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലും വെട്ടും കുത്തും എന്നല്ല അതിന്റെ അർത്ഥം. അക്രമം, ക്രമം തെറ്റിയുള്ള ജീവിതത്തിന് അക്രമം എന്ന് നമുക്ക് വിളിക്കാം. ക്രമം ഇല്ലാത്ത ജീവിതത്തിന് അക്രമം എന്നാണ് പറയാ. ഒരു ജീവിതത്തിൽ അല്ലാഹു തആല ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അതിന്റെ ഓർഡർ തെറ്റി ജീവിക്കുന്നവനൊക്കെ അക്രമി എന്നാണ് മൊത്തത്തിൽ പറയാ. അത് ഖുർആൻ പലയിടത്തും വിശ്വാസരംഗത്തുണ്ടാകുന്ന ക്രമം തെറ്റിയ ജീവിതത്തിന് ളാലിം അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ അംഗീകരിക്കുക എന്ന ക്രമത്തിന് എതിരായി പ്രവർത്തിച്ചവനെ ളാലിം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് വഹിയ ളാലിമത്തുൻ, അവര് അക്രമം ചെയ്തവരാണ്. ഫഹിയ, അവർ, ആ ഗ്രാമക്കാർ, ആ ഗ്രാമം, ആ നാട്, ഖാവിയത്തുൻ, വീണ് അടിഞ്ഞു കിടക്കുന്നവയാണ്. നല്ല ഗ്രാമങ്ങളായിരുന്നു. അള്ളാന്റെ അദാബ് അങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് നമ്മൾ പറയില്ല, ഇല്ലാതെ ആയ പോലെ അവിടുത്തെ മരങ്ങൾ, നാട്, അവിടുത്തെ ഭംഗി, അവിടുത്തെ എല്ലാം ഖാവിയത്തായി വീണടിഞ്ഞു കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റി. അല ഉറൂഷിഹ, അവയുടെ മേൽക്കൂരകൾ വരെ. സഖഫ് എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഖൂഫ്, മേൽക്കൂര. ആ ഗ്രാമങ്ങളുടെ മേൽക്കൂരകൾ അടക്കമുള്ള സകലതും തല്ലിച്ചതക്കപ്പെട്ടു. വബിഇരിം മുഅത്തല, അവർക്ക് എത്ര ബിഇറുകൾ ഉണ്ടായിരുന്നു. ബിഇർ എന്ന് പറഞ്ഞാൽ കിണർ എന്നാണ്. ബിഇർ, വെള്ളത്തിന്റെ എല്ലാ സ്ഥലങ്ങൾക്കും ഒരേ പേരൊന്നുമല്ല. കിണറിന് എന്ത് വിളിക്കാം നമുക്ക്? ബിഇർ എന്ന് പറയാം. എന്നാൽ ഈ വെള്ളം ഉപയോഗിക്കാതെ ഉള്ള ചില കിണറുകൾ ഉണ്ടാവും. നമ്മൾ പൊട്ടക്കിണർ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ കിണറുകൊണ്ട് ഉപയോഗമില്ല, വെള്ളം കുറച്ചുണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ അത് മലിനമായിരിക്കും. അതിന് കിണർ എന്ന് ഉപയോഗിക്കില്ല. അതിന് ഒരു പരമാവധി ജുബ് എന്ന് അറബിയിൽ ഉപയോഗിക്കും. ജുബ്, ഒരു ഉപയോഗശൂന്യമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന കിണറുകൾക്ക് ജുബ് എന്ന് ഉപയോഗിക്കും. യൂസുഫ് നബിന്റെ ചരിത്രത്തിൽ അങ്ങനെ ജുബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിഇരിം മുഅത്തല എന്ന് പറഞ്ഞാലോ, ബിഇർ എന്ന് പറഞ്ഞാലോ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളമുള്ള കിണറുകൾക്കാണ് ബിഇർ എന്ന് പറയുന്നത്. കിണറിനോടുള്ള പൊതുവായ മര്യാദ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ കിണർ ഒരാൾക്കും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അയൽവാസി കുടിക്കാൻ പാടില്ല, മറ്റും കുടിക്കാൻ പാടില്ല, ഇതൊന്നും വെള്ളം എടുക്കാൻ പാടില്ല, നമുക്ക് ഒരാളോടും പറയാൻ അധികാരമല്ല. വെള്ളം തടയാൻ പാടില്ല എന്നാണ്. രണ്ട്, ആ വെള്ളം മലിനമാകുന്ന യാതൊന്നും ഒരാൾ വ്യക്തി ചെയ്യാൻ പാടില്ല. വെള്ളത്തിന്റെ കിണറിന്റെ അടുത്ത് പോയി മൂത്രയിക്കാൻ പാടില്ല. വെള്ളത്തിന്റെ കിണർ, മറ്റേ ആളെ കിണറിന്റെ അടുത്ത് നമ്മളെ കക്കൂസിന്റെ ടാങ്ക് വരാൻ പാടില്ല.
വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബിഇരി മുഅത്തല, എത്രയെത്ര കിണറുകളാണ് മുഅത്തലത്താക്കിയത്, ഉപേക്ഷിച്ചു കിടന്നുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായ അവസ്ഥയിലേക്ക് അവരുടെ ബിഅറുകളാക്കി തീർത്തു. വഖസ്രിൻ മശീദ്, എത്രയെത്ര ഖസ്റുകളാണ്, ഖസ്ർ മാളികകൾ, കൊട്ടാരങ്ങൾ, ഖസ്ർ മശീദ് കെട്ടിപ്പൊക്കപ്പെട്ട് ഉയർന്ന് പൊങ്ങി ലെവലാക്കി വെച്ച നല്ല മണിമാളിക സൗധങ്ങളൊക്കെ ഇടിച്ച് തകർത്തമാതിരി ശിക്ഷ വന്നപ്പോണ്ടായത്. മഷീദ് മുഷയ്യദ എന്ന് പറഞ്ഞാൽ ഭദ്രമായി കെട്ടിണ്ടാക്കണേനാണ് മഷീദ് എന്ന് പറയാ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഐനമാ തകൂനോ, നിങ്ങൾ എവിടെ പോയാലും യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ മരണം പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുഷയ്യദ, കെട്ടിയുണ്ടാക്കിയ സേഫായ കോട്ടന്റെ ഉള്ളിലാണെങ്കിലും മരണം പിടിക്കുന്നു. മുഷയ്യദ എന്ന് പറഞ്ഞു, കെട്ടി ഭദ്രാക്കി വെച്ചു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട് അള്ളാന്റെ ശിക്ഷ വന്നാല്. നമ്മൾ പല യാത്രകളും പോയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട യാത്രയാണ് ഫലസ്തീന്, ജോർദാന്, ഇറാഖ് അടക്കമുള്ള അസർബൈജാനൊക്കെ ആ ഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള ആ പ്രദേശങ്ങളിൽ ഒരുപാട് നബിമാരുടെ ചരിത്ര പ്രാധാന്യം, മിസ്ർ, ഈജിപ്ത്, അവിടേക്ക് എന്നും നമ്മൾ ഈ പറയുന്ന ആയത്തുകളുടെ ഒറിജിനൽ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഫലസ്തീനിൽ ചെന്നാൽ ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്. മിസ്റിൽ ചെന്നാൽ മൂസാ നബിയുമായി ബന്ധപ്പെട്ടത് മറ്റു നബിമാരുടെയും ചരിത്രങ്ങളുടെ തെളിവുകൾ അവിടെ കിടക്കുകയാണ്. ജോർദാനിലുണ്ട്. അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ നശിപ്പിക്കപ്പെട്ട ആ വെള്ളം, ചാവുകടൽ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ചെങ്കടൽ നമ്മുടെ മുമ്പിലുണ്ട്. ബനോ ഇസ്രായേലുകാരെ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഇല്ലാത്ത, അതുകൊണ്ട് ഖുർആൻ അടുത്ത ആയത്ത് പറഞ്ഞു, അടുത്ത ആയത്ത് എന്താണെന്ന് പറയുന്നത്, നിങ്ങളൊന്ന് പോയി നോക്കി, ഖുൽ അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ. നമ്മൾ ഈ ആയത്ത് അഫലം യസീറു ഫിൽ അർദ് എന്നും ഖുൽ സീറു ഫിൽ അർദ് എന്നൊക്കെ ആയത്തുണ്ട്. ഇതൊക്കെ ടൂർ പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആയത്തായിട്ട് ആൾക്കാർ പരിചയപ്പെടുത്തുക. നമുക്ക് ടൂറ് പോകാൻ പോയി നമുക്ക് കുൽസീറോഫിൽ അല്ലാണ്ട് ഇങ്ങോട്ട് കറങ്ങി നടക്കാണ്ട് ഏത് കൂടെങ്കിലൊക്കെ പോയിട്ട് ചുറ്റി കറങ്ങി നല്ല അടിപൊളിയായിട്ട് കുൽസീറോഫിൽ അല്ല ഖുർആനിലായത്തുണ്ട്, അതിന്റെ ബാക്കിയുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ സഞ്ചരിക്കണം എന്ന് പറയണറിയോ? ആ നാട്ടിലെ ആളുകളുടെ ശിക്ഷ എന്തായിരുന്നു നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞു. അല്ലാതെ നമ്മളിങ്ങനെ ആഴ്ചക്ക് സോളോ ട്രിപ്പ് അടിക്കണേന് കുൽസീറോഫിൽ എന്ന് പറഞ്ഞിട്ട് പോയി നടക്കള അതിനുള്ളതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് മാരകമായൊരു വേർഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോളോ ട്രിപ്പുകൾ. ഓരോരുത്തരും ഒറ്റക്ക് ഇങ്ങനെ വണ്ടിമ കറങ്ങിയിട്ട് അങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടക്കുക. ഒറ്റക്ക് ഉള്ളവനെ തന്നെ ശൈത്താൻ പിടികൂടും. പിന്നെ അവൻ ഒറ്റക്ക് യാത്ര കൂടി പോയുള്ള അവസ്ഥ എന്തേക്കും. വേറെ ചിലർക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു ടൂറോമാനിയ എന്നാണ് വേറെ സൂക്കിടുന്നുണ്ട്. ടൂറോമാനിയ ഇപ്പൊ നമ്മളെ കുട്ടികൾക്കിടയിൽ പുതിയ തലമുറകൾക്കിടയിൽ ആഴ്ചക്ക് ടൂർ പിന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. 6 ദിവസം പണിക്കുക, 7ാമത്തെ ദിവസം ടൂർ പോകുക. കുടിയിൽ വീട്ടിലത്തെ ഒരാവശ്യത്തിന് ഒരു മരുന്ന് മേടിക്കാൻ പോലും പൈസ കിട്ടൂല. എന്നിട്ട് ഇവ ചെത്തി പൊളിച്ച് കറങ്ങി ആവശ്യത്തിനൊക്കെ വേണം നമുക്ക്. ആവശ്യത്തിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ആവശ്യത്തിന് ടൂറ് പോകാം, ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഫുള്ള് ഒരു തരം ജ്വരമായി മാറുകയാണ്. ജ്വരം അതിന് നമ്മൾ പറയില്ലേ ഒരു അഡിക്ഷൻ. അത് ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് നിങ്ങൾ പോയി ടൂർ പോയിക്കൊള്ളുന്നല്ല, ഒരു സ്ഥലത്തേക്ക് പോണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എന്നൊരു ബാക്കി പറയുന്നുണ്ട്. എന്താണ് ആ സഞ്ചാരത്തിന്റെ ലക്ഷ്യം? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് ഫതകൂന ലഹും അവർക്കുണ്ടായിരുന്നു ഖുലൂബുൻ, ഖുലൂബ് ഖൽബ് ഹൃദയം ഉണ്ടായിരുന്നു, യഅഖിലൂന ബിഹാ അതുകൊണ്ട് ചിന്തിക്കുന്ന, ഇവർക്ക് ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെന്തിനാ അവർക്ക് ശിക്ഷ വന്നത്? അത് പഠിക്കണം. ഔ ആദാനുൻ, ആ നാട്ടിലെ ആളുകൾക്ക് ആദാനുണ്ടായിരുന്നു. ആദാൻ എന്താ? ചെവികള്. ആദാന് ഉദുന് ചെവി, ആദാൻ ചെവികള്. അപ്പൊ അവർക്ക് ആദാൻ ഉണ്ടായിരുന്നല്ലോ, യസ്മഊന ബിഹാ കേൾക്കാൻ പറ്റുന്ന ചെവികൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാണ് അവരെ ശിക്ഷിക്കപ്പെട്ടത്? അല്ലാഹു തആല പറയാണ്, അവരെ ശിക്ഷിക്കാനുള്ള കാരണം കണ്ണില്ലാത്തോണ്ടോ കാതില്ലാത്തോണ്ടോ ഹൃദയമില്ലാത്തോണ്ടല്ല. ഫഇന്നഹാ തീർച്ചയായും അവർ ലാ തഅമ അവർക്ക് അന്ധത ബാധിച്ചിട്ടില്ല. ലാ തഅമ അവർക്ക് അന്ധത ബാധിച്ചിട്ടില്ല. അൽ അബ്സാറു അവരുടെ കണ്ണുകൾക്ക് കണ്ണിന് കേടൊന്നുമില്ല. അവരും അള്ളാന്റെ ദൃഷ്ടാന്തമൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് വടകരയില് ഈ കാഴ്ച പരിമിതരായ ആളുകളുടെ ഒരു എൻവിഷൻ പ്രോഗ്രാം നടക്കുന്നു.
ഒരിക്കൽ പട്ടാമ്പിയിൽ വെച്ചിട്ട് ഇത് നടന്ന അവിടെ ജില്ലൻ്റെ പ്രോഗ്രാം വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നമ്മൾ. ഒന്ന്, ഇവരുടെ കൂടെ വരുന്ന ഒരാൾക്കും അയാൾക്കുമുള്ള വാഹന സൗകര്യം ഏർപ്പെടാം, അവർക്കുള്ള പ്രത്യേകമായ ഭക്ഷണം, അവരെ നോക്കാൻ ആ പ്രോഗ്രാമിൽ പ്രത്യേകം വളണ്ടിയർമാരെ കൂടെ നിർത്തും. ഒരു കൈ പൊക്കുമ്പോൾ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയി മൂത്രയിപ്പിക്കണം, അവരെ കൊണ്ട് നിർത്തണം, അവരെ തിരിച്ച് വാഹനത്തിൽ കയറ്റി കൊടുക്കണം, ഭക്ഷണം കൊണ്ടുപോയി വിളമ്പി കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഈ കാഴ്ച പരിമിതരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു വാഴവും കിട്ടണില്ല. ഇവരൊന്നുകിൽ ആളുകളുടെ മുമ്പിൽ യാചകനായി മാറും, അല്ലെങ്കിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒക്കെ ഓരോരോ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഇയാളെങ്ങനെ പലയിടത്തും ഉപയോഗപ്പെടുത്തും. ഇവർക്കൊരു ദീന് കിട്ടാനും ഇവർക്കൊരു ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടെയുള്ള ജീവിതം, ഞാൻ എന്തൊരു വലിയ പരീക്ഷണത്തിൽ പെട്ടുപോയി, ഞാനൊന്നും ഇനി രക്ഷപ്പെടൂല, പിന്നെ ചില നിരാശയ്ക്ക് അവരെ ബാധിക്കും. അതിനൊക്കെ അവരെ കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ പരിപാടിക്ക് വിളിച്ചാൽ നമ്മളും മടിയന്മാരെ നമ്മൾ ഈ പരിപാടിക്ക് വരില്ല. ഇവരെ പ്രോഗ്രാം നിങ്ങൾ പോയി നോക്കി, ഫുൾ പെർസെൻറ്റേജ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ പരിഗണിച്ചു എന്നുള്ള തോന്നലാണ്. ഞങ്ങൾക്കും പരിപാടിയോ എന്നുണ്ടെങ്കിൽ വരണം, എത്ര ദൂരത്തുനിന്ന് വരുമെന്നറിയോ. അവര് വരരുതേന്ന് വിചാരിച്ച സ്ഥലത്ത് വരെ ഒരു വരും. കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഉണ്ടായി. അപ്പൊ ഇന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ അവർ വരാൻ വേണ്ടി, ഞങ്ങൾ എങ്ങനെ വരേണ്ടത്, എവിടെ ഇറങ്ങിയിട്ട് വരേണ്ടത് ചോദിച്ചപ്പോൾ അവർ വരാതിരിക്കാൻ വേണ്ടി കോഴിക്കോട് വേറൊരു പ്രോഗ്രാം വെച്ചു. അവിടെ അവർ വന്നു, ടീച്ചേഴ്സായിട്ട്, കാഴ്ച പരിമിതരായ ടീച്ചേഴ്സ് മാത്രം. എന്നിട്ടും അവർ രണ്ടാമത്തെ പരിപാടിക്ക് പിന്നെ അവിടെ തന്നെ വന്നു. കാരണം ഇവർക്ക് ഈ കേൾക്കുക എന്നതും ആളുകളുമായിട്ടൊക്കെ ഒരു സഹകരണവും കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നമ്മളൊക്കെ പരിഗണിക്കേണ്ടത്, നമ്മൾ ലിസ്റ്റ് ചെയ്യണം. നമ്മുടെ പരിസരത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ ശാഖയിലൊക്കെ അത്തരം കേസുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടോ എന്ന് ലിസ്റ്റ് ചെയ്യണം. അവർക്കുള്ള പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അവർ ലാ തഅമൽ അബ്സാർ, അവരെ കണ്ണിനൊന്നും അന്ധത ബാധിച്ചിട്ടില്ല. കണ്ണൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. വലാകിൻ, നമ്മളെ ബാധിച്ചതാണ് അവർക്ക് ബാധിച്ചത്. വലാകിൻ, പക്ഷേ തഅമൽ ഖുലൂബു, ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു. ഹൃദയത്തിന് അടപ്പ് വീണു, ഹൃദയത്തേക്കൊന്നും കേറുന്നില്ല, ഉപദേശങ്ങൾ ഫലിക്കണില്ല, സാരോപദേശങ്ങൾ നെഞ്ചിലേറ്റാൻ കഴിയുന്നില്ല, അള്ളാഹുവിന്റെ താക്കീതുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട് ഇഷ്ടം തോന്നുന്നില്ല. എന്താണ് ഇതിന്റെ പ്രശ്നം? തഅമൽ ഖുലൂബ്, ഖൽബുകൾക്ക് അന്ധത ബാധിക്കുകയാണ്. അല്ലതി, അതായത് ഫിസ്സുദൂർ, അവരുടെ നെഞ്ചകങ്ങളിലുള്ള അവരുടെ കൽബ്, നെഞ്ചിന്റെ ഭാഗത്തുള്ള കൽബ് എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടി, നെഞ്ചകത്തുള്ള അവരുടെ കൽബിനകത്ത് അവർക്ക് അന്ധത ബാധിച്ച അവസ്ഥയിലേക്ക് അവർ മാറിയത് കൊണ്ടാണ് ഇവര് ഈ ശിക്ഷക്കൊക്കെ കാരണമായത്. ഇനി രണ്ടായത്തൊന്നുകൂടി വായിച്ച് ഒതുക്കി. ഫകഅയ്യിൻ മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ് فلم يسيروا في الأرض فتكون لهم قلوب يعقلون بها وآذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവരുടെ മേൽക്കൂരകൾ പൊളിച്ചു, അവരുടെ മനാസിലുകൾ തകർത്തു, അവരുണ്ടായിരുന്ന കുടിച്ചിരുന്ന ബിഇരിൻ മുഅത്തലകൾ ലാ യസ്തഖീ മിൻഹാ വലാ യരിദുഹാ അഹദുൻ ബഅദ കസറത്തിൻ വാരിദിഹാ വൽഇസ്തിഹാമു അലൈഹാ. പിന്നെ അവർക്ക് കുടിക്കാൻ വെള്ളങ്ങൾ കിട്ടാതെയായി, അവരുടെ കോട്ടകൾ, ഖസറുകൾ തകർന്ന് തരിപ്പണമായി. അല്ലാഹുവിന്റെ അദാബ് വന്നപ്പോ ഫഇന്നഹു ലം യഹ്മി അഹ്ലഹു ശിദ്ദത ബിനാഇഹി, എത്ര വലിയ സുരക്ഷിതമായ കോട്ട ഉണ്ടാക്കിയിട്ടും അതിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. വലർത്തിഫാഇഹി, എത്ര ഉയരമുള്ള സൗധങ്ങൾ പണിതിട്ടും അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. വലാ ഇഹ്കാമിഹി വലാ ഹിസാനതിഹി, അതിന്റെ അടിവേരുകളും അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ ഒരു പലതുണ്ട്. പാറയൊക്കെ തുറന്നിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട്. എവിടൊക്കെ പൊളിഞ്ഞു പോണാലും പാറ പൊളിഞ്ഞു പോകൂലല്ലോ. അതൊക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് സമൂദിനെയും ആദിനെയും ഒക്കെ നശിപ്പിച്ചത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
അള്ളാന്റെ ബഅസ്, അള്ളാന്റെ ശിക്ഷ വന്നാൽ ഇതിനൊന്നും ഒരു പരിഹാരമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു തആല അവരെ പിടികൂടുമെന്ന് പറഞ്ഞു. അവരെ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് പോയി നോക്കി ആ നാട്ടിൽ കൂടെ അവിടെ കാണാൻ സാധിക്കും. നീ യാത്ര ചെയ്തിട്ട് നിന്റെ കൽബിനെ ഉപദേശങ്ങൾ കൊണ്ട് ഹയാത്താക്കിക്കോ. ഇബ്നു അബി ദുന്യ പറയാണ്, നിങ്ങൾ ആ യാത്രയിലൂടെ നിങ്ങളുടെ പ്രകാശം ചിന്തിച്ചുകൊണ്ട് പ്രകാശം കണ്ടെത്തിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ സുഹദ് ഉണ്ടാക്കാൻ, വിരക്തി ഉണ്ടാക്കാൻ നോക്കിക്കോ. ആ സത്യങ്ങൾ കണ്ടിട്ട് നിന്റെ മനസ്സിന് യഖീൻ ഉറപ്പിച്ചോ. അവരുടെ മരണത്തിൽ നീ അപമാനിക്കപ്പെടുന്ന രൂപത്തിലാകുന്നത് പേടിച്ചോ. അള്ളാന്റെ ശിക്ഷ ഉണ്ടാകുന്നുള്ളത് ഉറപ്പിച്ചോ. ദിവസങ്ങൾ മാറി മറിയുമ്പോ നീ നിന്നെ കുറിച്ച് നല്ലോണം ആലോചിച്ച് ആ നാട്ടിലത്തെ ശിക്ഷക്കൊന്ന് പോയി നീ കണ്ടോക്ക്. അവരുടെ സ്ഥലത്തുകൂടെ, അവരുടെ നടന്ന, അവർ സഞ്ചരിച്ച സ്ഥലത്തുകൂടെ ഈ പോയി നോക്ക്. അവരൊക്കെ എന്താ ചെയ്തതെന്ന് അന്വേഷിച്ചു നോക്ക്. അതിനാണ് പോയി നോക്കെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ സഞ്ചാരം കൊണ്ട് നീ നിന്റെ കണ്ണ് തുറന്നിട്ട് അവിടെ നിന്ന് പോയി കാണ്, മനസ്സിലാക്കി നോക്ക്. അവർക്ക് പറ്റിയത് എന്താണ്? ഇനി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടോ, ശ്രദ്ധിച്ചോളൂ. അവർക്ക് പറ്റിയത് എന്താണ്? അവരുടെ കണ്ണിനല്ല കുഴപ്പം. എന്നിട്ട് പറയണേ, കാഴ്ച അല്ല അവരുടെ കാഴ്ച, അവരുടെ അന്ധത. കണ്ണിന് നല്ല തെളിഞ്ഞ കാഴ്ച ഉണ്ടായിരുന്നു. അവർ ഇബറത്ത് ഉണ്ടാക്കിയില്ല, ഗുണപാഠം പഠിച്ചില്ല. നമ്മളെ മുമ്പിൽ രോഗിനെ സന്ദർശിക്കാൻ പറഞ്ഞു, അത് ഗുണപാഠം പഠിക്കാനാ. പാവപ്പെട്ടവരിലേക്ക് നോക്കാൻ പറഞ്ഞു, ഗുണപാഠം പഠിക്കാനാ. ഇല്ലാത്തവരെ കാണാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു, താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറഞ്ഞു, ഗുണപാഠം പഠിക്കാനാ. കണ്ണുകൊണ്ട് അവർ ഗുണപാഠം പഠിച്ചില്ല. ഈ കാണുന്ന കാഴ്ചയിൽ എനിക്ക് എന്താണ് ഗുണപാഠം എന്ന് അവർ പഠിച്ചില്ല. നമ്മളൊരു പ്രദേശത്ത് യാത്ര പോയിട്ടായിരുന്നു നമുക്കൊരു ഗുണപാഠം കിട്ടണം. ഇതൊക്കെയാണ് അള്ളാന്റെ ദൃഷ്ടാന്തം. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില. അവിടെയുള്ള പച്ചയായ മനുഷ്യന്മാരുടെ, ഇവിടെയൊക്കെ പോയ ആൾക്കാരുടെ, മഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കറണ്ടില്ലാത്ത നാടുകളുണ്ട്, വെള്ളമില്ലാത്ത നാടുകളുണ്ട്, അടിമകളെ പോലെ ജീവിക്കുന്ന നാട്ടുകാരുണ്ട്. പല സ്റ്റേറ്റുകളിലെയും ആളുകളുടെ ദയനീയാവസ്ഥ. എന്തുകൊണ്ടാണ് കേരളം എത്ര ആളുകൾ ആകർഷിക്കാനുള്ള കാരണം? ഇവിടെ ആ നിലക്കുള്ള പ്രയാസങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. ഗൾഫിക്ക് പോണ പോലെയാണ് മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാർ നമ്മളെ നാട്ടിൽ വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാന്നുള്ള ഹിബർ ഉണ്ടാക്കണം, ഹിബർ പഠിക്കണം. വമാ അഹ്സൻ, എത്ര നല്ല നല്ല വരികളാണ് ഷോറാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് വച്ചിട്ടുള്ളത്. ഒരുപാട് കവിതാശകലങ്ങളൊക്കെ മനുഷ്യൻ പാഠം പഠിക്കണം, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണുകൾ പടച്ചവൻ തന്നു. കാഴ്ചയുള്ളവരെ പോലെ നമ്മൾ നല്ല കാഴ്ചപ്പാടുള്ളവരായി മാറാനും, ഹൃദയങ്ങൾ തന്നിട്ട് ഹൃദയത്തിന് അന്ധത ബാധിച്ച അവസ്ഥയിലേക്ക് മാറാതിരിക്കാനും, കൽബുകളൊക്കെ പൂട്ടിവെച്ചതൊക്കെ തുറക്കാനും, ചിന്തിക്കാനും, കാണാനും, പഠിക്കാനും, മനസ്സിലാക്കാനും, അള്ളാഹുവിലേക്ക് മടങ്ങാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബിറങ്ങിയ നാട് നമുക്കും കൂടിയുള്ള മാതൃകയായി മാറുമെന്നുള്ള ഭയപ്പാടാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല ഓർപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനുള്ള, കരുത്തുള്ള, ശക്തമായ, ഊർജ്ജസ്വലത നിലനിർത്തുന്ന ജീവിതം പടച്ചറബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല അറിവുകൾ കൊണ്ടും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉന്നതമായ ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ഈ ഒരു ക്ലാസിന്റെ അവസാനത്തിൽ ഇന്നലെ ഖുതുബയിൽ പറഞ്ഞതുപോലെ പള്ളിയുടെ മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഫണ്ട് കളക്ഷൻ ആവശ്യമാണ്. 1 ലക്ഷം രൂപ മിനിമം നമുക്ക്, നമ്മൾ 1 ലക്ഷം കാണുന്നതിൻ്റെ മേലേക്കാണ് കടന്നു വരുള്ളൂ. അത്രയും വർക്കുകൾ, ഇന്റർലോക്കിൻ്റെ പെയിന്റിങ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ, മറ്റു മെയിൻ്റനൻസ്, പെയിന്റിങ് അടക്കമുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നലെ വന്നത് 14,000 രൂപയാണ് ഓഫർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള സംഖ്യ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് റമദാന്റെ മുമ്പ് അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് ഈ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നേർപ്പദം വാരിക വായിക്കാൻ
നമ്മൾ അതിനുവേണ്ടി പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് പഠിക്കണം, വായിക്കണം എന്നുള്ളതൊക്കെ. അടുത്ത ആഴ്ച ഈ നേർപ്പദത്തിലുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ചോദിക്കുക. അടുത്ത ആഴ്ച. ഇന്ന് ചോദിക്കാനുള്ളത് ഇതെന്നായിരുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ വിട്ട് ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പലരും നമ്മളെ ഗ്രൂപ്പൊന്നും ഇപ്പൊ തീരെ ശ്രദ്ധിക്കണില്ല. ഖുർആനുമായി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ അതിൽ ചർച്ച കിട്ടിയിരുന്നത്. ഈ നേർപ്പദം വാരികയിൽ പലതരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട, ഓരോ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ ചർച്ച ചെയ്യുന്നത്. അതില് ഈ പുസ്തകത്തില് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട അൽ ഖനി എന്ന് പറയുന്ന ഒരു നാമം, അള്ളാഹു ഐശ്വര്യവാനാണ് എന്ന് തെളിയിക്കുന്ന ഒരു ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ആ പാഠത്തിന്റെ വലിയ ഒരു ആശയം അതാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരായവരാണ്, ആവശ്യക്കാരായി വേണ്ടവർ. അള്ളാഹുവിലേക്ക് നിങ്ങൾ ആവശ്യങ്ങൾ നിരത്തണം എന്ന് പറയുന്ന ആയത്തുണ്ട്. അത് ഏത് സൂറത്തിലെ ആയത്താണ്? ആ വലിയൊരു പേജിൽ ആ ആയത്താണ് ആകെ കൊടുത്തിട്ടുള്ളൂ. ആർക്കെങ്കിലും അറിയോ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. സൂറത്ത് ഫാത്തിറിലെ 19-ാമത്തെ ആയത്താണ് കേട്ടോ. ഫാത്തിർ, അൽ ഫാത്തിർ. അതുപോലെ തന്നെ ചെറുവാടി സംവാദവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്ന് വായിക്കണം. എന്തിനാണ് ഇപ്പോഴത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംവാദം നടന്നത്? എന്താ അതിന്റെ ആവശ്യം? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ ചിലൊക്കെ ചോദിക്കണ്ടോ? ഇങ്ങോട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ സംവാദത്തിനുണ്ടോ? അപ്പൊ പിന്നെ നമ്മളിത് മാറി നിന്നാൽ എന്താ ആൾക്കാർ വിചാരിക്കുക? അമ്പലത്തിൽ തെളിവില്ലാഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ സമുദായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അല്ലത് ആശയ സംവാദമാണ്. ആശയങ്ങൾ തമ്മിൽ മുമ്പ് സംവദിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചില ആളുകളോട്, പ്രത്യേകിച്ച് ഖവാരിജുകളോട് ദീർഘമായ സംവാദം നടത്തിയിട്ടുണ്ട്. ഖവാരിജുകൾ വന്ന് സംസാരിക്കും അങ്ങാടിയിൽ, ഇബ്നു അബ്ബാസ് അപ്പുറത്ത് സംസാരിക്കും, ഖവാരിജുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സംവാദം നടത്തിയിട്ടുണ്ട്. ആരോടാന്നറിയോ? തമത്തെ ചോദ്യം. ഇമാം ഷാഫിഈ തങ്ങൾ ആ കാലത്ത് സംവാദം നടത്തിയിട്ടുണ്ട്. ആരോട്? ഷിയാക്കളോട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്നത് ഷിയാക്കളാണ്. ഷിയാക്കൾ പ്രസംഗിക്കും, ഇമാം ഷാഫിമാരോട് അറിയും. ഷിയാക്കൾ പ്രസംഗിക്കും, ഷാഫിമാരോട് അറിയും. ഷാഫി ഇമാമിന്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായമായിരുന്ന സംവാദങ്ങൾ. അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തസിലിയാക്കളോട് സംവാദം നടത്തിയിരുന്നു. അപ്പൊ സംവാദം നടത്തുക എന്നുള്ളത് എന്തോ ഒരു വലിയ ഹറാമായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമാണെങ്കിൽ ആശയ പ്രചരണത്തിന്റെ ഭാഗമായി നമുക്കത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുകൂടെ അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന ആളുടെ ഒരു ലേഖനത്തിൽ തട്ടിപ്പുകളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ട് മതത്തിന്റെ പരിവേഷമണിഞ്ഞ അപകടം ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മതത്തിന്റെ പരിവേഷമണിഞ്ഞ അപകടക്കാരാണവർ. ആരെ കുറിച്ചാണ് പറയുന്നത്? സൗദി അറേബ്യയിലൊക്കെ ഉടലെടുത്ത് അറബ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ടീമാണ്. ആരാണ്? ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഖ്വാനികൾ. മാഷാ അല്ലാഹ്, ഇഖ്വാനികൾ എന്നാണ് അവരെ ചുരുക്കത്തിലായി അറിയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ പുതിയ ഒരു ലേഖനം ആരംഭിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി. അബ്ദുറഹ്മാൻ നാസിർ സഅദിയുടെ ലേഖനം. ഹാരിസ് ബിൻ സലീം ഉസ്താദാണ് അത് വിവർത്തനം ചെയ്യാറുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന സൂറത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ലേഖനത്തിൽ പുതിയ സൂറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഏത് സൂറത്താണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്? യെസ്, അഹ്സൻത്, ബറകല്ലാഹ്. സൂറത്തുൻ നംലാണ് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അവസാനത്തെ ഒരു ചോദ്യം. ചക്കരക്കല്ല് പോലെ നമ്മളെ അടുത്ത പ്രദേശമാണ് 6-ാം മൈൽ. അപ്പൊ 6-ാം മൈലുള്ള ഹനീഫ 6-ാം മൈൽ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു ടൈലറായി ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ലേഖനത്തിൽ വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ 6-ാം മൈലിൽ അല്ലെങ്കിൽ അവിടെ പള്ളിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള കാരണവും, ആദ്യമായിട്ട് മലയാളത്തിൽ ഖുത്ബ കേട്ടപ്പോണ്ടായ അനുഭവമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള കാരണം ലേഖനത്തിലുള്ളത്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്നറിയോ? ആ ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്നറിയോ? വിധി എന്നാണ്. വിധി, എന്റെ വിധിയാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു വിധിയുമായി വായിക്കേണ്ട സംഭവമാണ്. ഒരു സാധാരണ നമ്മുടെ ഒരു പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം അത് കേൾക്കേണ്ട സംഭവമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അടുത്തത് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. എല്ലാം വായിക്കാൻ കഴിയില്ലെങ്കിലും
കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി. നമുക്ക് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ആയി വരുന്ന ചിലപ്പോൾ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ നോക്കിയിട്ട് നന്നായിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ പ്രാവശ്യത്തെ ഇനിയുള്ള നിർബന്ധത്തിൽ സോഷ്യൽ മീഡിയ വിചാരണകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ വിഷയത്തിലുണ്ടായ ആത്മഹത്യാ സംഭവങ്ങൾ, വർഗീയത വിതച്ച് വോട്ട് ചെയ്യാനുള്ള ശ്രമം, ആധുനിക ഖവാരിജുകൾ, അതാരൊക്കെയാണ്, റമദാന്റെ ചവിട്ടുപടിയായി ഷഅബാനെ കുറിച്ചുള്ള ലേഖനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വായിക്കുക. അള്ളാഹു നമുക്ക് ധാരാളം ഉപകരിക്കുന്ന അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين. بارك الله فيكم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.